welcome back to my channel. ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ഇഡ്ഡലിയും ദോശയാണ്. പക്ഷേ ഇത് സാധാരണ ഇഡ്ഡലിയും ദോശയല്ല, ഇത് റാഗി ഇഡ്ഡലിയും റാഗി ദോശയാണ്. നിങ്ങൾ ഓൾറെഡി ടൈറ്റിൽ കണ്ടിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടാവും എന്താണെന്നുള്ളത്. ഈ ഒരു ഇഡ്ഡലിയും ദോശയുടെയും പ്രത്യേകത എന്താ വെച്ചിട്ടുള്ള റാഗിയാണ്. ഇതിൽ ഒരു ടീസ്പൂൺ പോലും അവിലോ അരിയോ ഒന്നും നമ്മളിതിൽ ആഡ് ചെയ്തിട്ടില്ല. അല്ലാതെ വെറും റാഗി ഹോളായിട്ടുള്ള റാഗി ഉഴുന്ന് വെച്ചിട്ടുണ്ടാക്കിയതാണ്. അതിൻ്റെ പ്രൊപ്പോർഷനൊക്കെ ആയിട്ട് ഞാൻ കുറച്ച് കാലമായിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയും നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശയും കണ്ടോ, നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ക്രിസ്പി ആയിട്ടുള്ള ദോശയും എനിക്ക് ഉണ്ടാക്കാൻ പറ്റിയത് കൊണ്ടാണ് നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തരുന്നത്. ഓക്കെ, എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്നുള്ളത് നോക്കാം. റാഗി കൊണ്ടുള്ള ഇഡ്ഡലിയും ദോശയും ഉണ്ടാക്കാനുള്ള മാവ് അരയ്ക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് റാഗിയും ഉഴുന്നും ഒക്കെ വെള്ളത്തിൽ കുതിർത്തിടണം. ഇതിൽ ഞാൻ നേരത്തെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ മാതിരി ഇതിൽ നമ്മൾ അരി ഒന്നും ആഡ് ചെയ്യുന്നില്ല. ഒരു ടീസ്പൂൺ പോലും നമ്മളിതിൽ അരി ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഞാൻ ആദ്യം ആഡ് ചെയ്യാൻ പോകുന്നത് റാഗിയാണ്. നമ്മൾ സാധാരണ റാഗി ഫ്ലോറല്ല, മുഴുവനായിട്ടുള്ള റാഗിയാണ് കേട്ടോ ഞാനതിലേക്ക് ആഡ് ചെയ്യുന്നത്. ഇവിടെ ഞാൻ എടുക്കുന്ന അളവ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് 1 കപ്പ് മെഷർമെൻ്റ് ആണ്. ഏകദേശം 250 ml ആണ് കേട്ടോ. ഇതിൽ 1 കപ്പ് എടുക്കുകയാണ്. 1 കപ്പ് റാഗി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഒരു 1/3 കപ്പ് മുഴുവനായിട്ടുള്ള ഉഴുന്ന് കൊടുക്കുകയാണ്. ഇപ്പോൾ രണ്ടും കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് സോക്ക് ചെയ്യാം. ഞാൻ ഒന്നിച്ചിട്ട് തന്നെയാണ് കുതിർത്ത് വയ്ക്കാൻ പോകുന്നത്. ഇത്രയും മതി. നമുക്ക് സാധാരണ അരിയുടെ അളവിലല്ല ഞാനിപ്പോൾ ചെയ്യുന്നത്. ഇനി ഞാൻ ഇതിലേക്ക് ഏകദേശം 1 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഉലുവയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ഒരു 2 പ്രാവശ്യം നന്നായിട്ടൊന്ന് കഴുകി വരട്ടെ. കഴുകി വന്ന ശേഷം നമുക്ക് ഇത് കുതിർത്ത് ഒരു മിനിമം നമുക്കൊരു 3 hours എന്തായാലും കുതിർത്ത് വെക്കണം. നമ്മൾ സാധാരണ അരി കുതിർക്കുന്ന മാതിരി 3 to 5 hours എങ്കിലും കുതിർത്ത് വെക്കുകയാണ് നല്ലത്. ഓക്കെ, അതിനുശേഷം കാണിച്ചിടാം. ഞാൻ വിചാരിച്ചതിലും കൂടുതൽ സമയം ഇത് കുതിർന്നു, കാരണം ഇടയിൽ കറണ്ട് പോയി. അപ്പോൾ അരയ്ക്കാൻ പറ്റിയില്ല. എന്തായാലും നമുക്കിനി അരച്ചു തുടങ്ങാം. കറണ്ട് ഇപ്പോഴാണ് വന്നത്. എല്ലാം കൂടെ ഇട്ടിട്ട് ഒന്നല്ലെങ്കിൽ 2 പ്രാവശ്യമായിട്ട് അരച്ചെടുക്കാം, ഇല്ലെങ്കിൽ ഒറ്റ പ്രാവശ്യം, കുറച്ച് വലിയ ജാറാണെങ്കിൽ 1 പ്രാവശ്യം ഇട്ടിട്ട് അരച്ചെടുക്കാം. അരയ്ക്കുന്ന ലാസ്റ്റിൽ മാത്രം ഞാൻ ഉപ്പിട്ടിട്ട് കുറച്ച് കല്ലുപ്പിട്ടിട്ട് ഞാൻ അരയ്ക്കാൻ പോകണം. ഓക്കെ, മാവ് ഏകദേശം അരഞ്ഞ് വന്നിട്ടുണ്ട്. ഞാൻ ഇനി ഇതിലേക്ക് കുറച്ച് കല്ലുപ്പ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ കുറച്ചുകൂടെ അതേമാതിരി കുറച്ചുകൂടെ ഇട്ട് കൊടുക്കുകയാണ്. അത് ഇനി ഇത് ഒന്ന് ഒരു മിനിറ്റ് കൂടെ ഒന്ന് അരച്ചെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മാവ് വാങ്ങാൻ പറ്റും. അത് നിങ്ങൾക്ക് ഗ്രൈൻഡറിലും ചെയ്യാം കേട്ടോ. ഞാൻ മിക്സിയിലാണ് എളുപ്പത്തിന്, ചെറിയ ക്വാണ്ടിറ്റി അല്ലേ, അപ്പം എളുപ്പത്തിൽ ഞാൻ ഇപ്പോൾ മിക്സിയിൽ ചെയ്തു എന്നേ ഉള്ളൂ. ഞാൻ മാവ് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അധികം വെള്ളമായിട്ടല്ല അരച്ചിരിക്കുന്നത്, എന്നാൽ നമ്മൾ സാധാരണ മാവിനൊക്കെ അരയ്ക്കുന്ന മാതിരി തന്നെ. ഓക്കെ, അടുത്ത പരിപാടി ജസ്റ്റ് ഒന്ന് കൈകൊണ്ടൊന്ന് മിക്സ് ചെയ്യുകയാണ്. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, കൈകൊണ്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഞാൻ മാവ് ഒരു 8 hours ഞാൻ മാവ് നന്നായിട്ട് ഫെർമെൻ്റ് ആവാൻ വെക്കുകയാണ്. ഒരു 8 മണിക്കൂർ കഴിഞ്ഞ ശേഷം ഫെർമെൻ്റായി വന്ന ശേഷം നമുക്ക് ഇഡ്ഡലിയും ദോശയൊക്കെ ഉണ്ടാക്കാം. ഓക്കെ, അതിന് ശേഷം കാണിച്ചു തരാം. അപ്പോൾ മാവ് നമ്മൾ രാത്രി പൊങ്ങാൻ വേണ്ടി വെച്ചതാണ്. ഫെർമെൻ്റ് ആയിട്ടുണ്ടാവും, നോക്കാം. ഒന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. തുറന്ന് നോക്കുമ്പോൾ നമുക്ക് ആ മണം വരണ്ട, ഫെർമെൻറ്റേഷൻ നടന്നതിൻ്റെ. ഇവിടെ സാധാരണ ഇഡ്ഡലി മാവൊക്കെ പൊങ്ങുമ്പോൾ ഒരു മണം വരില്ലേ, ആ ഒരു മണം വരണ്ട. ഇനി നമുക്ക് ഇഡ്ഡലി തട്ടിൽ കുറച്ച് മാവ് ഒഴിച്ച് ഇഡ്ഡലി ഉണ്ടാക്കാം. 2-3 ദോശ ഉണ്ടാക്കി കാണിച്ചു തരാം. ഓക്കെ, ഒരു ഇഡ്ഡലി തട്ടെടുക്കുക, അതിൽ കുറച്ച് എണ്ണ ഒട്ടിച്ചു കൊടുക്കുക, എത്ര ഇഡ്ഡലി വേണം നോക്കിയിട്ട്. എന്നിട്ടെന്താ മാവ് ഒഴിക്കുക. എന്നിട്ട് ഒരു 7 മുതൽ 10 മിനിറ്റ് വരെ വേവിച്ചെടുക്കുക. കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഇഡ്ഡലി തയ്യാർ.
ദോശ കൂടെ ഉണ്ടാക്കി കാണിച്ചു തരാം. ദോശക്കല്ല് ഓൾറെഡി ചൂടായിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഒരു കയ്യിൽ മാവ് എടുക്കുന്നു, ഒഴിക്കുന്നു, പരത്തുന്നു. എണ്ണയോ നെയ്യോ നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാം. ഞാൻ കുറച്ച് നല്ലെണ്ണ ഒഴിക്കുകയാണ്. ചെറുതായിട്ടൊരു ഗോൾഡൻ ബ്രൗൺ നിറം കാണുന്നുണ്ട്. അപ്പം ഞാൻ തിരിച്ചിട്ട് കൊടുക്കുകയാണ്. കണ്ടോ, നല്ല ക്രിസ്പായിട്ട് വന്നിരിക്കുന്നത് ദോശ. ഇത്രയേ ഉള്ളൂ. നമുക്ക് ട്രൈ ചെയ്തിട്ട് ഉറപ്പായിട്ടും വളരെ ഈസി ആയിട്ട് നമ്മൾ സാധാരണ മാവ് അരയ്ക്കുന്ന മാതിരി തന്നെ റാഗി ഇഡ്ഡലിയും ദോശയൊക്കെ ഉണ്ടാക്കാം. ഞാൻ ഇഡ്ഡലി കാണിച്ചു തന്നിട്ടില്ല. ഇഡ്ഡലി ഞാൻ വാങ്ങിയിട്ട് ഞാൻ കാണിച്ചു തരാം. ഓക്കെ. ഇഡ്ഡലി വാങ്ങുമ്പോൾ തന്നെ അറിയണ്ട കേട്ടോ, നല്ല സോഫ്റ്റ് ഇഡ്ഡലിയാണ്. കണ്ടോ, ഭയങ്കര സോഫ്റ്റാണ്. അത് തൊട്ട് നോക്കുമ്പോൾ തന്നെ അറിയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഇഡ്ഡലിയും ദോശയും ഒക്കെ റെഡിയായി. ഞാൻ ജസ്റ്റ് ഒന്ന് പൊട്ടിച്ച് നല്ല ക്രിസ്പായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ ദോശ. കണ്ടോ, ക്രിസ്പായിട്ട് ഇവിടെ ഒന്ന് പൊട്ടിയിരിക്കണ കണ്ടോ, ക്രാക്കായിട്ട് ഞാൻ മടക്കാൻ നോക്കിയപ്പോൾ. ഇനി ഞാൻ ദോശ ഒന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം എങ്ങനെയാണ്, എത്ര സോഫ്റ്റാണോ എന്നുള്ളത്. പ്രസ് ചെയ്ത് നോക്കുമ്പോൾ തന്നെ കാണാം. കണ്ടല്ലോ എത്ര സ്പോഞ്ചിയാണോ എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയൂ. വീഡിയോ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യുക. നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.